എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരാളുണ്ടായിരുന്നു. കല്യാണം കഴിച്ചു, കുറേ കഴിഞ്ഞിട്ട് ആളെ കാണാനില്ല. പുള്ളി വേറൊരു സ്ഥലത്ത് ചെന്ന് അവിടെ കല്യാണം കഴിച്ചു. അത് ശബരിമലയ്ക്ക് പോയ ആള് കണ്ടു, ഒക്കെ ആളിനെ വീട്ടിൽ കൊണ്ടുവന്നു. അത് അന്നത്തെ സമയത്ത് അതൊക്കെ നടക്കുമായിരുന്നു. അന്നത്തെ കാലത്ത് അതൊക്കെ നടക്കുമായിരുന്നു. ഇന്നൊക്കെ അണ്ണനെ ആലോചിക്കുമ്പോൾ ഇന്ന് കൊതി വരുന്നു എന്നുള്ള സുരാജ് ചേട്ടന്റെ ഒരു എക്സ്പ്രഷൻ അല്ലേ? തീർച്ചയായിട്ടും അത് നമുക്ക് അതെല്ലാം അല്ലല്ലോ. സോറി, നമ്മളിലാണ് നീ ഫസ്റ്റ് വരുന്നത് അല്ലേ? അപ്പൊ നീ എനിക്ക് മുമ്പ് വന്നു മോഹമുന്തിരി എന്നുള്ള പാട്ടിന്റെ അകത്ത് ലാസ്റ്റില് മറ്റേ മുണ്ടൊക്കെ അഴിച്ചിട്ടൊരു ഡാൻസ് ഉണ്ട് ചേട്ടന്റെ. അത് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത് ഓവറായി പോയാൽ പാളിപ്പോവും, താഴെ പോയാൽ പാളിപ്പോവും. ഈ സണ്ണി ലിയോൺ എന്ന് പറഞ്ഞ ഫാക്ടറും നമ്മളുടെ മനസ്സിൽ അന്നേരം അതല്ല, എങ്ങനെയാണ് ഇത് പുൾ ഓഫ് ചെയ്ത് മാറ്റുക. അപ്പം പ്രശാന്തിന് അങ്ങനെ വലിയ ട്രെയിനിങ് ഇതൊന്നും ആവശ്യമില്ല. രാജമാണിക്യം സിനിമ ഷൂട്ട് നടന്നുകൊണ്ടിരുന്നപ്പോഴായിരുന്നു. അതിന് മുമ്പായിരുന്നു എൻ്റെ കല്യാണം. അപ്പോൾ നിന്നപ്പോൾ മമ്മൂക്ക പറഞ്ഞു, കല്യാണമൊക്കെ കഴിഞ്ഞാലേ ഈ ഒരു കാര്യം ചെയ്യും, വീട്ടുകാരെയൊക്കെ വരാൻ പറയും. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ വൈഫിനെ ഞാൻ കൊണ്ടുപോയത് പൊള്ളാച്ചിയില ഹണിമൂൺ. അയ്യോ. ഹായ്, ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. നാഗേന്ദ്രൻസ് ഹണിമൂൺസ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സുരാജ് ചേട്ടൻ, നിതിൻ രഞ്ജി പണിക്കർ ആൻഡ് പ്രശാന്ത് അലക്സാണ്ടർ. ചേട്ടാ സ്വാഗതം. ചേട്ടാ ആദ്യം തന്നെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. 19 വർഷം. ഇന്ന് ഇത് ടെലികാസ്റ്റ് ദിവസം നോക്കരുത്, ഇന്ന് ജൂലൈ 3. ജൂലൈ 3 19 വർഷം. വളരെ വിജയകരമായി ദാമ്പത്യ ജീവിതം 19 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു ചേട്ടാ. അപ്പൊ ഈ ഒരു വിവാഹ വാർഷിക വേളയിൽ ഒരു 1 Life 5 Eyes എന്ന് പറഞ്ഞുള്ള ഒരു ടാഗ് ലൈനോടെ ഒരു സിനിമയുടെ പ്രൊമോഷൻ ചേട്ടൻ വന്നിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഈ ആദ്യമായിട്ടേ ഇപ്പൊ നിതിൻ ചേട്ടൻ വന്ന് കഥ പറയുമ്പോഴത്തേന് 5 കല്യാണം കഴിക്കാൻ പോകുന്നൊരു ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേന് ചേട്ടന്റെ മനസ്സിൽ ഇപ്പൊ നമ്മൾ ഒരു ക്യാരക്ടർ കേൾക്കുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ പെട്ടെന്നൊരു കാര്യം മനസ്സിലേക്ക് ഓടി വരുമല്ലോ, അങ്ങനെ ഓടി വന്നൊരു കാര്യമുണ്ടോ? ഉണ്ട്. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു ചേട്ടനുണ്ടായിരുന്നു, പേര് വെളിപ്പെടുത്തുന്നില്ല. ഈ കഥ പറഞ്ഞപ്പോൾ, ഫസ്റ്റ് കഥ പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു. ഇനി ആക്ഷൻ ത്രില്ലർ വല്ലതും ആണോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഒരു ഹ്യൂമറാണ് പരിപാടി. ഞാൻ പറഞ്ഞു ഇങ്ങ് വരാൻ പറഞ്ഞു. അങ്ങനെ നേരെ വന്ന് വീട്ടിലിരുന്ന് കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഇതുപോലെ പിന്നെ അവിടുന്ന് കല്യാണം കഴിച്ചു, കുറേ കഴിഞ്ഞിട്ട് ആളെ കാണാനില്ല. അപ്പോൾ പുള്ളി വേറൊരു സ്ഥലത്ത് ചെന്ന് അവിടെ കല്യാണം കഴിച്ചു. അത് ശബരിമലയ്ക്ക് പോയ ആള് കണ്ടു, പന്തളത്ത് ആ സൈഡിലുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് പൊക്കി ആളിനെ വീട്ടിൽ കൊണ്ടുവന്നു. അത് അന്നത്തെ സമയത്ത് അതൊക്കെ നടക്കുമായിരുന്നു. ഇന്ന് അന്നത്തെ കാലത്ത് അതൊക്കെ നടക്കുമായിരുന്നു. ഇന്നൊക്കെ അണ്ണനെ ആലോചിക്കുമ്പോൾ അല്ല ഇന്നൊക്കെ അല്ലെങ്കിൽ ഇന്ന് കൊതി വരുന്നു എന്നുള്ള സുരാജ് ചേട്ടന്റെ ഒരു എക്സ്പ്രഷൻ അല്ലേ? തീർച്ചയായിട്ടും അത് നമുക്ക് അതെല്ലാം അല്ലല്ലോ. സോറി, കൊതി അല്ല, നമുക്ക് ആ സിനിമയിലൂടെയൊക്കെ അത് സാധിച്ചല്ലോ. അതെ അതെ. അഞ്ച് ഭാര്യമാര്. എനിക്ക് നമ്മളൊരു നടൻ നടി എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് അവതരിപ്പിക്കുക അല്ല, അതൊരു വലിയ ഭാഗ്യമാണ്. ഈ 5 എണ്ണമൊക്കെ കെട്ടുന്നവരുടെ അല്ലേ? ഇതിലെ 6 വിവാഹം ചെയ്യുന്നുണ്ട്. 6 നായികമാരാണ്. ഉണ്ടല്ലേ? അപ്പൊ എനിക്കൊന്ന് 5 പേര് നമ്മൾ ഇതിനകത്ത് കാണുന്നുള്ളൂ ഈ പോസ്റ്റർ. എനിക്ക് തോന്നുന്നു അന്നത്തെ ദിവസം അവര് വന്നില്ല. ഫോട്ടോ ചെന്നൈ. ചേട്ടാ ഇപ്പം നമ്മള് രഞ്ജി സാറിന്റെ പടങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അതേപോലെ നിതിൻ ചേട്ടന്റെ പടങ്ങൾ വരുമ്പോഴത്തേനും നമ്മള് നിതിൻ രഞ്ജി പണിക്കർ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഭയങ്കര മാസ് പടങ്ങളാണ് നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ചേട്ടൻ ചെയ്തിട്ടുള്ളതും അങ്ങനത്തെ കുറച്ച് പടങ്ങളാണ്. പക്ഷേ ഇപ്പൊ വരുമ്പോഴത്തെ ഒരു പീരിയോഡിക് ഫിലിമാണ്, പഴയ കാലഘട്ടം കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തോട്ട്, അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലും അതിനൊരു പ്രസക്തി, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒന്ന് ചെയ്താൽ വർക്കൗട്ട് ആകും, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു തോട്ട് എവിടുന്നായിരുന്നു ഈ ഒരു സ്ക്രിപ്റ്റിന്റെ ഒക്കെ? അങ്ങനെ ഒരു തോട്ട് വെച്ചിട്ട് എഴുതിയ സ്ക്രിപ്റ്റ് അല്ല. ഇങ്ങനെ ഒരു ഈ കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരുപാട് നാൾ മുമ്പ് ആലോചിച്ചൊരു കഥ, ഞാൻ ആദ്യത്തെ സിനിമയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആലോചിച്ചിരുന്ന ഒരു ലൈനാണ്. അപ്പോൾ ഈ കഥ പറയുക, അത് രസമായിട്ട് പറയാന്നുള്ളേ ഉള്ളൂ. അതിൻ്റെ ഇന്നത്തെ പ്രസക്തി അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇത് രസത്തിൽ പറയാൻ പറ്റുന്നൊരു കഥയാണെന്ന് തോന്നുകയും അത് രസത്തിൽ പറയാൻ ശ്രമിക്കുകയും ചെയ്തതാണ്. ഇപ്പൊ സുരാജ് ചേട്ടൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ അടുത്തൊരാളുണ്ടായിരുന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ സ്റ്റോറി ഒക്കെ എഴുതുമ്പോഴത്തേന് നമുക്ക് എവിടെന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ക്യാച്ച് ചെയ്ത് കിട്ടുമ്പോഴായിരിക്കുമല്ലോ ഇതൊന്ന് സ്റ്റോറി ആക്കിയേക്കാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും റിയൽ ലൈഫ് ആയിട്ട് പിക്കപ്പ് ഉണ്ടോ ഇതിൽ?
എനിക്കറിയാവുന്ന ഇത്ര സുരേട്ടൻ പറഞ്ഞ പോലെ ഇങ്ങനെ എനിക്ക് ഒരാൾ നേരിട്ട് ജസ്റ്റ് അറിയാം ഇത്രയും കല്യാണം അങ്ങനെയല്ല എങ്കിലും അങ്ങനെ ഒരു ഇങ്ങനെ അവിടെ കാണും കുറച്ച് നാൾ, പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ അവിടെ കാണില്ല, പിന്നെ മറ്റെവിടെയിലായിരിക്കും. അപ്പം അമ്പലത്തിൻ്റെ ആൽത്തറയിലായിരിക്കും, അവിടെ പോകുമ്പോൾ ഇന്നയാളെ അവിടെ ഇതേ ആളല്ല എന്നൊക്കെ തോന്നുന്നു. അങ്ങനത്തെ ഇതുണ്ടല്ലോ, അത് പണ്ട് കാലത്ത് ഒരുപാട് ഉണ്ടായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു 70s മിഡിൽ ഇത് കേരളത്തിൽ മാത്രമല്ല പലയിടത്തും ഇങ്ങനൊരു ഇത് സ്ഥിരം നടക്കുന്നൊരു കാര്യമായിരുന്നു. ഈ ഒരുപാട് കല്യാണങ്ങൾ കഴിക്കുക എന്നൊക്കെ പറയുന്നത് അന്ന് ഈ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരാളെ തേടി പിടിക്കാൻ പാടായതുകൊണ്ടൊക്കെ ഒരു ഇതൊക്കെ നടക്കാൻ അങ്ങനെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, എവിടെയൊക്കെ ഇങ്ങനെ കഥകളും കേട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ ആലോചിക്കുകയും കൂടെ ചെയ്തപ്പോൾ എന്നാൽ പിന്നെ പിടിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, പ്രശാന്തേട്ടൻ്റെ ക്യാരക്ടർ എന്താണ്? കാരണം സുരാജേട്ടൻ ഇങ്ങനെ കൂടെ നിൽക്കുന്ന ആളാണോ, എന്താണ് ക്യാരക്ടറിന് വരുന്നത്? ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, നാഗേന്ദ്രനും സോമനും. അപ്പോൾ സോമനാണ് ആ നാട്ടിലെ കുറേ അധികം ജോലികൾ ചെയ്യുന്ന ഒരാളാണ്. അയാൾക്ക് റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, വിവാഹ ബ്രോക്കറുണ്ട്, ബ്രോക്കറിങ് ചെയ്യും, പിന്നെ കറന്ന് പാല് കൊണ്ട് കൊടുക്കും. മാത്രമല്ല ഇയാൾ നാടക നടനും കൂടിയാണ്. അപ്പോൾ അത് വരുമ്പോൾ ഇയാൾ കുറേ സ്ഥലങ്ങളും കാണും. അപ്പോൾ നാഗേന്ദ്രൻ ഈ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ള ആളല്ല. എന്നാൽ അയാൾക്ക് പുറത്ത് ചാടണം എന്തായാലും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത സുഹൃത്ത് എന്നുള്ള നിലയിൽ ഞങ്ങൾ തമ്മിലുള്ളൊരു ചർച്ചയിൽ ഞങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കുന്നതാണ്. ആ പ്ലാനാണ് നാഗേന്ദ്രനെ കൊണ്ടുപോയി ഓരോരോ കുഴപ്പങ്ങളിൽ ചാടിക്കുന്നത്. പക്ഷെ അതെല്ലാം നാഗേന്ദ്രന് വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന നാഗേന്ദ്രൻ്റെ കൂടെ ഈ എല്ലാ കഥകളിലും വരുന്ന ഒരു ക്യാരക്ടറാണ് സോമൻ എന്ന് പറയുന്ന ക്യാരക്ടർ. പിന്നെ ഇത് നാഗേന്ദ്രൻ്റെ കഥയോടൊപ്പം തന്നെ സോമനും ഇതിനകത്തൊരു കഥയുണ്ട്. നാഗേന്ദ്രൻ്റെ കഥയുടെ ഒരു പോയിന്റ് എത്തുമ്പോൾ സോമൻ്റെ കഥയും റിവീലാവും. അങ്ങനെ പോകുന്നതാണ് ഇതിൻ്റെ ഒരു രീതി. എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ത്രൂ ഔട്ട് വിത്ത് ദ ഹീറോ ത്രൂ ഔട്ട് വേഷം ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലത്തെ വേഷങ്ങൾ ചെയ്യാനായിരുന്നു ഭയങ്കര ആഗ്രഹം. അത് കിട്ടിയതിപ്പോൾ ഇവിടെ ഈ സീരീസിലാണെന്നേ ഉള്ളൂ. സുരാജേട്ടൻ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാക്കി നമ്മൾ കാണുന്നത്, ചെറിയ പണ്ടത്തെ പോലത്തെ മീശയൊക്കെ വെച്ചാൽ. അപ്പോൾ ഈ ഒരു ക്യാരക്ടറൊക്കെ പിടിക്കാൻ നേരം നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ? കാരണം ഇത്രയും നാളും ചെയ്യാത്തൊരു ക്യാരക്ടർ. അതേപോലെ തന്നെ ഈ 5 നായകന്മാരെ എനിക്കൊന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളിലും ആയിരിക്കും അല്ലേ ഇതിൻ്റെയൊക്കെ കഥ നടക്കുന്നതും? അതെ, ത്രൂ ഔട്ട് നിൽക്കുന്നത് നമ്മൾ രണ്ടും ആണെങ്കിലും ഇത് മറ്റേ റെയിൽവേ സ്റ്റേഷൻ പോലെയാണ്. ഓരോ ഹബ്ബ് അങ്ങനെയാണ്. ഒരാളുടെ ഒന്ന് ട്രിവാൻഡ്രം ജില്ലയിലുണ്ട്, ഒരാൾ ആലപ്പുഴ ജില്ലയിലുണ്ട്, ഇടുക്കി ജില്ലയിലുണ്ട്, കാസർഗോഡ് ജില്ലയിൽ നിന്നുണ്ട്, പാലക്കാട് നിന്നുണ്ട്. അപ്പോൾ ഇത്രയും ജില്ല ചെന്നൈ, അങ്ങനെ ഇത്രയും ജില്ല കവർ ചെയ്തിട്ടാണ് ഇദ്ദേഹം ഈ ജില്ലയും സംസ്ഥാനവും രസകരമായിട്ടുള്ള. ഇപ്പോൾ ഹബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ രണ്ടും ലീഡ് ആണെങ്കിൽ കൂടി ഓരോ സ്ഥലത്തിലും അവർക്കൊരു കഥയുണ്ട്. മറ്റാൾക്കാരുടെ കഥയിലേക്ക് ചെന്ന് കയറുന്ന രണ്ടുപേരും കയറും. എന്നിട്ട് അവിടെ നിന്ന് മാറി അടുത്ത കഥയിൽ, അങ്ങനെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഓരോ കഥകളുണ്ട്. ഇതിൻ്റെ വ്യത്യസ്തത എന്ന് പറയുമ്പോൾ സാധാരണ വെബ് സീരീസോ അല്ലെങ്കിൽ സിനിമയൊക്കെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു കഥയെ ആസ്പദമാക്കി ഫുള്ള് പോകുന്നതാണ്. ഇതിൽ ഓരോ എപ്പിസോഡിനും ഓരോ പേരുണ്ട്, ഓരോ കഥയുണ്ട്. പിന്നെ വ്യത്യസ്തരായ ആൾക്കാരാണ്, 6 നായികമാരാണ്. അപ്പോൾ എന്തായാലും ഒട്ടും ബോറടിക്കില്ല എന്നുള്ളത് ഉറപ്പിക്കാം. ഇല്ലെങ്കിൽ ഇവരെ മാത്രം ഫുൾ എപ്പിസോഡിൽ അങ്ങനെയില്ല. ഡിഫറെൻ്റ് കഥകൾ വരുന്നു, സിറ്റുവേഷൻ മാറും, ടെറൈൻ മാറും, പിന്നെ അന്നത്തെ കാലം, അതൊക്കെ ഗംഭീരമായിട്ട് ഇദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. നിതിൻ ചേട്ടൻ്റെ ഒരു ടാസ്ക് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ 6 പേരെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വലിയൊരു സംഭവമാണ്. കാരണം ഒന്നിനൊന്നും വ്യത്യസ്തരായിരിക്കണം. കാരണം പല നാട്ടിലുള്ളവരെ, പല സ്ലാങ് സംസാരിക്കുന്നവരെ, ഒന്നും ഒരേപോലെ ആകാൻ പാടില്ല. അപ്പോൾ ഈ നായികമാർ അത്രത്തോളം കരുത്തുറ്റ കഥാപാത്രങ്ങളായിരിക്കണം. അപ്പോൾ ഇവരെ തിരഞ്ഞെടുക്കുന്ന ഒരു വലിയ പ്രോസസ്സ് തന്നെ ആയിരിക്കുമല്ലോ, ആരൊക്കെ ഏതൊക്കെ ക്യാരക്ടർ എടുക്കുന്നുള്ളത്. അതെ, പക്ഷെ അത് ഒരു പരിധിവരെ നമ്മളൊരു ഫൈനൽ ഡ്രാഫ്റ്റിലേക്കൊക്കെ എത്തുമ്പം അല്ലേ, ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റൊക്കെ കഴിയുമ്പം നമുക്ക് ഒരുവിധം ആൾക്കാരുടെ രൂപങ്ങൾ മനസ്സിൽ വരും. അതുവരെ നമുക്ക് പല റെഫറൻസുകൾ ഉണ്ടാവും എഴുതുമ്പോൾ ഒരു എളുപ്പത്തിന്. എങ്കിലും എഴുത്തൊന്ന് പൂർത്തിയായി രണ്ടാമത്തെ ഡ്രാഫ്റ്റിലേക്ക് കയറുന്നതിന് മുമ്പ് ഏറെക്കുറെ ഒരു 90% ആൾക്കാർ ഇവരൊക്കെ ആണെങ്കിൽ നന്നാവും എന്നുള്ള തോന്നുന്നു നമുക്ക്. അത് സ്വാഭാവികമായിട്ട് എഴുത്തിൻ്റെ കൂടെ അത് നമ്മുടെ മനസ്സിൽ വരുന്നതാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്. ഇവരൊക്കെ തന്നെ ആയിരുന്നു ആക്ച്വലി തുടക്കം മുതലേ നായകന്മാർ, അതോ വേറെ ഏതെങ്കിലും കാസ്റ്റിംഗ് ഒക്കെ മനസ്സിലുണ്ടോ? ഇല്ല, ഇത് സ്ക്രിപ്റ്റ് തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഈ പടത്തിലുള്ളവർ തന്നെയാണ്. അതിനകത്ത് വേറെ വലിയ ചർച്ചകളൊന്നും വന്നിട്ടില്ല. ആദ്യം ഞാൻ സുരാജൻ്റെ അടുത്താണ് ഇത് കഥ പറയുന്നതും ചേട്ടൻ ചെയ്യാമെന്ന്. അതുവരെ നമുക്കുള്ളിൽ ചിലപ്പം ഏതെങ്കിലും മോഹങ്ങളുണ്ടായിരിക്കും. എഴുത്ത് കഴിയുമ്പം ആരെ കാസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുമ്പോൾ എനിക്ക് ആദ്യം സുരാജൻ്റെ ഫേസാണ് മനസ്സിൽ വന്നത്.
അങ്ങനെയാണ് സുരേഷിൻ്റെ അടുത്ത് കഥ പറയുന്നത്. സുരേഷിന് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. പിന്നെ അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യുക. ഇപ്പൊ ഇതിനകത്ത് ബ്രോക്കറിന്റെ ഒരു റോളും കൂടെ ചെയ്യുന്നുണ്ടെന്ന് പറയാം, കാരണം പല ടൈപ്പ് ഓഫ് ജോലികൾ ചെയ്യുന്നുണ്ട്. അപ്പം ഈ പഴയ കാലഘട്ടം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്നൊക്കെ വെച്ചാൽ കുറെ കൂടെ ഒക്കെ തിരക്കുമായിരിക്കും, കുറെ വീട്ടുകാർ കാര്യങ്ങൾ തിരക്കിയിട്ടായിരിക്കും നമ്മുടെ വിവാഹം കഴിപ്പിച്ച് വിടുന്നത്. പക്ഷെ പണ്ടെന്ന് വെച്ചാൽ ബ്രോക്കർ എന്ന് പറയുന്നു പല പല ബുദ്ധിമുട്ടുകൾ. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവി ആയിരിക്കും അല്ലേ, കാരണം ബ്രോക്കർ പറയുന്നത് കേട്ട് മാത്രം കല്യാണം നടത്തി കൊടുത്തത് കുറെ ഫാമിലീസ് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. ഇന്നത്തെ സാഹചര്യം അതായിരുന്നല്ലോ. പെണ്ണുങ്ങളെ എങ്ങനെയെങ്കിലും പെൺമക്കളൊരു ഭാരമായിരുന്നു, പെൺമക്കളെ കൊണ്ട് കുടുംബത്തിന് ദോഷവും ദുഃഖവും മാത്രം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അവിടെ നമ്മൾ ഇന്ന് പെൺമക്കളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന അതെ കാലഘട്ടത്തിലേക്ക് അന്നത്തെ ആ കാലഘട്ടത്തിൽ എങ്ങനെയെങ്കിലും ഒരു പെൺകൊച്ചിന് ഒരുത്തം വന്ന് പറയണം ഇത് ഒരു നല്ല ഇറങ്ങണം, നല്ല ബന്ധമാണ്, ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി ഇതിനെ കെട്ടാൻ തയ്യാറാണോ, പൈസ ഇല്ലാതെ കെട്ടാൻ തയ്യാറാണോ, അല്ലെങ്കിൽ ഇന്ന പൈസക്ക് കെട്ടാൻ തയ്യാറാണോ. എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ബ്രോക്കറായിരുന്നു ഏറ്റവും പ്രശസ്തനായ. ഇന്നും ഉണ്ട്, ഇന്നത് ഒരു വലിയ ഗ്രൂപ്പാ, ഒരു ഭയങ്കര പരിപാടിയായെന്ന് മാത്രം. കുറച്ചുകൂടെ പേഴ്സണലായി എല്ലാം ഈ മാട്രിമോണിയൽ സൈറ്റുകളായി ഇതിന്റെ ഇടയ്ക്ക് തമ്മിൽ മുട്ടിച്ചു കൊടുക്കുന്ന ഒരാളെന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റേത് ബ്രോക്കറിന്റെ നാക്കിലാണ് ഒരു കല്യാണം ഇരിക്കുന്നത്. കല്യാണം സ്ഥലക്കച്ചവടം എല്ലാം, കല്യാണം സ്ഥലക്കച്ചവടം സ്ഥലക്കച്ചവടം എല്ലാം. ഓക്കെ, ഇതൊരു 1979 അല്ലേ, ആ ഒരു കാലഘട്ടം 78-79 കാലഘട്ടമായിരിക്കും. അപ്പം എന്തായാലും കേരളം ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും, അതായത് ഓരോ കൾച്ചറൽ വ്യത്യാസം. അതുപോലെ തന്നെ ഇങ്ങനെ ഇവിടെ ഡ്രസ്സിങ് ഇന്റർവ്യൂവിനിടയ്ക്ക് കണ്ടിട്ട് പറഞ്ഞു കേട്ടു, അന്ന് മാത്രം കണ്ടുവരുന്ന ചിലപ്പോൾ ചെടികളും കാര്യങ്ങളും ഒക്കെ കാണുമായിരിക്കും. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു ഇതിന്റെയൊക്കെ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷന്റെ ഡയറക്ടറൊക്കെ കുറെ കഷ്ടപ്പെട്ട് കാണും, കാരണം അന്നത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരണം, ആ സ്ഥലത്തെ കാര്യങ്ങള് ചെടികളെല്ലാം കാണിക്കണം. അതൊക്കെ ഭയങ്കര ഒരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും അല്ലേ. അതൊരു ഇവരുടെ ആർട്ട് ഡയറക്ടർ, കോസ്റ്റ്യൂമർ, മേക്കപ്പ് മാൻ എന്നീ പറയുന്ന ഈ നമ്മൾ വിഷ്വലിൽ കാണുന്ന, ഇപ്പൊ ക്യാമറമാനെ കാണുന്നില്ല, ഞാൻ ഷോട്ട് പറയുന്നത് കാണുന്നില്ല, നമ്മൾ കാണുന്നത് കോസ്റ്റ്യൂമറുടെ, ആർട്ട് ഡയറക്ടറുടെയും മേക്കപ്പ് മാൻ്റെയും ആർട്ടിസ്റ്റിൻ്റെയും പെർഫോമൻസുകളാണ് എല്ലാ അർത്ഥത്തിലുള്ള ഇവരുടെയൊക്കെ. അപ്പോൾ അവരും ഈ പറഞ്ഞ പോലെ വളരെയധികം ഇതിൻ്റെ പിന്നാലെ നിന്നിട്ട് ആ കാലഘട്ടത്തെ മാക്സിമം എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രോപ്പർട്ടീസ് ആയാലും കോസ്റ്റ്യൂം ആയാലും ഒക്കെ അക്കാലത്തെ റെഫറൻസുകൾ വെച്ചിട്ട് മാക്സിമം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ 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 കനി പറഞ്ഞ പോലെ അന്നത്തെ കാലത്തെ ചെടികളൊക്കെ കൊണ്ടുവെക്കാന്ന് പറഞ്ഞാൽ ഉണ്ട്. അതും അവിടെ കനിയുടെ എപ്പിസോഡിലുണ്ട്. അതൊക്കെ ഒരുവിധം അതൊന്നും ഇപ്പൊ കാണാം. ഇപ്പൊ എന്റെ കുഞ്ഞിനെ കണ്ട ചെടികൾ പോലും ഇപ്പൊ പല വീടുകളിലും കാണാൻ പറ്റുന്നില്ല. അപ്പൊ അന്നത്തെ എന്നൊക്കെ പറയുമ്പോൾ അത്ര റിസർച്ച് ചെയ്യണമല്ലോ. അപ്പൊ ഇതൊക്കെ എവിടുന്ന് റിസർച്ച് ചെയ്തെടുത്തു? അത് ആർട്ട് ഡയറക്ടർ സുരേഷ് കൊല്ലമാണ്. അത് അദ്ദേഹത്തിന്റെ മാത്രം. അദ്ദേഹം നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുള്ള ആർട്ട് ഡയറക്ടർ. അദ്ദേഹത്തിന് എല്ലാം തപ്പിയെടുത്തു. അപ്പൊ സുരാജ് ചേട്ടൻ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് സിനിമകളാണ്, കൈ നിറയെ സിനിമകളാണ്. അപ്പം കഴിഞ്ഞ ദിവസം ടീച്ചർ കണ്ടു തെക്കും വടക്ക് എന്നുള്ളൊരു പാടത്തിന്. ആ തെക്ക് വടക്ക് ഭയങ്കര ഗംഭീരം, കാരണം ചെറിയൊരു സാധനമാണല്ലേ, ചായക്കടയിലോട്ട് പോകുന്നു, രണ്ടുപേര് കാണുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, ഭയങ്കര ഗംഭീര ഒരു, അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാവോ ആ പടം? നല്ല സിനിമയാണ്. പ്രേം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, സംവിധായകന്റെ. മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ് തെക്ക് വടക്ക്. ഞാനും വിനായകനും അത് ശത്രുക്കളാണ്, രണ്ടുപേരും ഭയങ്കര ശത്രുക്കളാണ്. ഇദ്ദേഹത്തിൻ്റെ എസ് ഹരീഷിൻ്റെ ഒരു ചെറുകഥയാണ് ഒരു ആ പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്. ഈ ശത്രുത ഈഗോയൊക്കെ ഇങ്ങനെ സുരാജേട്ടനെ പിന്തുടരാതിരിക്കുകയാണ്. ഇഡി എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണോ ഇങ്ങനെ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പടം വരുന്നത്? ചെയ്തിട്ടുണ്ട് അണ്ണൻ തമ്പിയില്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറച്ചുകൂടെ എവിഡന്റ് ആയിട്ടല്ലേ വരുന്ന ഒരു ഇത്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തെ സുരാജേട്ടൻ മാത്രം അതിന് പോസ്റ്ററിലൊക്കെ ചിരിച്ചു നിൽക്കാണ്, ബാക്കിയുള്ളവരൊക്കെ പേടിച്ചു. അപ്പൊ എന്തോ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി കേട്ടാ? ഷൂട്ടിംഗ് കഴിയാറായി, ഇനി ഒരാഴ്ച 7-ാം തീയതി തീരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതും ഇതുപോലെ ഭയങ്കര ഫാമിലി എന്റർടൈൻമെന്റ്, ഫാമിലിയാണ്, ഫുൾ ഹ്യൂമറാണ്. പ്രശാന്തൊക്കെ ഉണ്ട്, ഫുൾ ഹ്യൂമർ. ഒരു എന്താ ഫാമിലി ഡാർക്ക് ആണെന്നൊന്നും പറയാനില്ല, സിനിമ ഉണ്ടോ ഫുൾ ചിരിക്കാം. ഓക്കെ, പ്രശാന്തായിട്ട് ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു, അതായത് പ്രശാന്തായിട്ട് ഒരുപാട് സിനിമകൾ പണ്ട് മുതൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ തൊട്ട് ഇങ്ങോട്ട് നമ്മൾ ഒരുപാട് ക്യാരക്ടേഴ്സ് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിലാണ് നീ ഫസ്റ്റ് വരുന്നത് അല്ലേ? അപ്പൊ നീ എനിക്ക് മുമ്പേ വന്നു സിനിമയില്. അപ്പം ഇങ്ങനെ എന്നോട് പറഞ്ഞൊരു കാര്യം, നമ്മുടെ മധുരരാജയിലെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അപ്പൊ അതില് ആ മറ്റേ മോഹമുന്തിരി എന്നുള്ള പാട്ടിന്റെ അകത്ത് ലാസ്റ്റില് മറ്റേ മുണ്ടൊക്കെ അഴിച്ചിട്ടൊരു ഡാൻസ് ഉണ്ട് ചേട്ടന്റെ. അപ്പൊ അത് ഭയങ്കര രസമാണ് കാണാൻ. അപ്പൊ എന്നോട് ആളിങ്ങനെ ചോദിക്കുമായിരുന്നു,
അവിടെ മമ്മൂക്കയുണ്ട്, സണ്ണി ലിയോൺ ഉണ്ട്. ഇപ്പം മമ്മൂക്കയുടെ മുമ്പിലാണ് ഈ ഇങ്ങനെയൊക്കെ ഇത് ഡാൻസ് കളിക്കണ്ടേ. ഇപ്പം നമുക്ക് ഡീസൻസി വിടാനും പറ്റില്ല, എന്നാൽ സണ്ണി ലിയോന്റെ മുമ്പിൽ ഡാൻസ് കളിക്കണം. അപ്പൊ സത്യം പറഞ്ഞാൽ ആ ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ, അങ്ങനെ ഒരു ഡാൻസ് കളിച്ചപ്പോഴത്തേക്ക്? പറഞ്ഞ എല്ലാം ഫാക്റ്റാണ്. മമ്മൂക്കയുണ്ട്, സലീമേട്ടനുണ്ട്, നോബി, അവരുടെ ടീമുകളെല്ലാം ഉണ്ട്. അപ്പം എനിക്ക് മാത്രമുള്ള ആ ഏരിയൽ പെർഫോമൻസ്, ഇവരെല്ലാം ഹ്യൂമറൊക്കെ ചെയ്ത് ഭയങ്കര കൈയടി കിട്ടിയിട്ടുള്ള ആക്ടേഴ്സാണ് സലീമേട്ടനും നോബിയും ഒക്കെ. അപ്പം ഞാൻ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ഒന്നും തെളിയിക്കാനുള്ള അവസരം കിട്ടാത്തൊരു ആളുകൂടിയാണ് ആ സമയത്ത്. അപ്പം അത് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത് ഓവറായി പോയാൽ പാളിപ്പോവും, താഴെ പോയാൽ പാളിപ്പോവും, കറക്റ്റ് മീറ്ററിൽ എത്തുക എന്ന് പറയുന്നൊരു പ്രഷറും ടെൻഷനും ഈ സണ്ണി ലിയോൺ എന്ന് പറയുന്ന ഫാക്ടറും നമ്മളുടെ മനസ്സിൽ അന്നേരം അതല്ല, എങ്ങനെയാണ് ഇത് പുൾ ഓഫ് ചെയ്ത് മാറ്റുക. അപ്പം കോറിയോഗ്രാഫർ ഉണ്ട്, കോറിയോഗ്രാഫി ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ചെന്ന സമയത്ത് പുള്ളി പറഞ്ഞു ഫ്രീ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി. പിന്നെ രണ്ടും കൽപ്പിച്ച് ഒരു അഡ്രിനാലിൻ റഷ്. പറഞ്ഞു വരുന്നത് പ്രശാന്തിന് അങ്ങനെ വലിയ ട്രെയിനിങ് ഇതൊന്നും ആവശ്യമില്ല. അതെ, മുണ്ടഴിച്ച് പിന്നെ രണ്ട് കൈയും വിട്ടൊരു പരിപാടിയായിരുന്നു അവിടെ നടന്നത്. ലാസ്റ്റ് താഴെ വീഴുന്നത് കുഴഞ്ഞു വീഴുന്നത് തന്നെ, അല്ലാതെ അത് നേരത്തെ പറഞ്ഞിട്ട് വീണതൊന്നുമല്ല. കാരണം ഇത് കഴിഞ്ഞ ആ എനർജി അത്ര നേരം പിടിച്ചു വെച്ചത് അത് ഒറിജിനൽ പോയത് ഒറ്റ ടേക്കിൽ അത് തീർന്നതോ? ആ, ഒറ്റ ടേക്കിൽ. അത് കൂടുതലൊന്നും വരത്തില്ല, അതുകൊണ്ട് എനിക്കൊന്ന് ഈ ഒരു സമയമൊക്കെ ആയപ്പോൾ ചേട്ടന് ഇതുപോലെ ഒരുപാട് ഇപ്പൊ പറഞ്ഞിട്ട് ഒരു ഹീറോയ്ക്കൊപ്പം തന്നെ ക്യാരക്ടർ കിട്ടി. ടർബോയിലുണ്ടായിരുന്നു ആ CI, അതും ഭയങ്കര രസമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഇങ്ങനെ ഇപ്പം ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ടോ? ദൈവാനുഗ്രഹത്താൽ എനിക്കത് മധുരരാജയും അത് കഴിഞ്ഞ ശേഷം ഓപ്പറേഷൻ ജാവയും ഈ രണ്ട് സിനിമകൾക്ക് ശേഷം എനിക്ക് കുറച്ചും കൂടെ പ്രാധാന്യമുള്ള വേഷങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ പുരുഷപ്രേതം ചെയ്തു കഴിഞ്ഞ് ഞാൻ ചെയ്യുന്നതാണ് നമ്മുടെ സീരീസ്. അത് കഴിഞ്ഞിട്ടൊക്കെ വരുന്നതെല്ലാം ലെങ്തി റോളുകളാണ്. പക്ഷെ എത്രത്തോളം പെർഫോമൻസ് ഓറിയൻറ്റഡ് അല്ല, നമുക്കൊരു കഥ, നമുക്ക് ചില മാനസിക സംഘർഷങ്ങൾ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇനിയും വരേണ്ടിയിരിക്കുന്നു. പക്ഷെ എന്നാലും മുമ്പത്തെ അവസ്ഥയിൽ നിന്നും വളരെ 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 മനോഹരമായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പം ഇതിന്റെ ഒരു ആദ്യത്തെ പോസ്റ്ററിൽ ഞാൻ കാണുന്നത് മധുവിധു എന്നുള്ളൊരു പേരാണ്. പിന്നെ എന്തുകൊണ്ടാണ് നാഗേന്ദ്രൻ ഹണിമൂണിലേക്ക് എത്തിപ്പെടുന്നത്? മധുവിധു ആയിരുന്നു നമ്മുടെ ബിഗിനിങ് തൊട്ടുള്ള ടൈറ്റിൽ. അത് ഈ പറയുന്ന ബേസിക്കലി ഇപ്പം നമ്മൾ ഈ സീരീസ് സ്ട്രീം ചെയ്യുമ്പം ഹോട്ട്സ്റ്റാറിൽ ഇത് മലയാളത്തിൽ മാത്രമല്ല വരും, അത് മലയാളം ഉൾപ്പെടെ 7 ലാംഗ്വേജസ് ഉണ്ടാവും. അപ്പോൾ അന്യ സംസ്ഥാനത്തുള്ളവർക്ക്, മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്ക് മധുവിധു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ഒരു മനസ്സിലായി എന്ന് വരില്ല, മലയാളികൾക്കല്ലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് എല്ലാവർക്കും അപ്പീൽ ചെയ്യുന്ന ഒരു ടൈറ്റിൽ ഇടാം എന്ന് തീരുമാനിച്ചത്. ഇപ്പൊ നമ്മള് ഒരു വിവാഹത്തിന് ശേഷം ഇപ്പൊ എല്ലാരും വിചാരിക്കുന്ന വിവാഹത്തിന് ശേഷം ആ ഒരു കുറച്ച് നാൾ മാത്രമാണ് ഹണിമൂൺ എന്നൊക്കെയാണ്. പക്ഷെ വിവാഹത്തിന് ശേഷം നമുക്ക് ഏതൊരു മുഹൂർത്തോ അല്ലെങ്കിൽ ആസ്വാദകരമായിട്ടുള്ള ഏതൊരു മുഹൂർത്തോ ഹണിമൂൺ ആണ്. അപ്പം അങ്ങനെ ഉള്ളൊരു മൊമെന്റ് ചോദിച്ചാൽ സുധാ ചേട്ടൻ എന്താണ് പറയാനുള്ളത്? അല്ല, അങ്ങനെ ഓർക്കാൻ പറ്റുന്ന എന്തെങ്കിലും സ്പെഷ്യൽ മൊമെന്റ് ആഫ്റ്റർ മാരേജ്? കല്യാണത്തിന് ശേഷം നമ്മൾ, പക്ഷെ ഞാൻ കല്യാണത്തിന് അല്ല ഹണിമൂണിന് പോകുന്നത് ശരിക്കും പൊള്ളാച്ചിയിലാണ്. പൊള്ളാച്ചി, അവിടെ നിന്ന് 1.5 കിലോമീറ്റർ ഉള്ളൂ സൂര്യൻ. അവിടെയാണ് ഞാൻ പോകുന്നത്. അതായത് രാജമാണിക്യം സിനിമ ഷൂട്ട് നടന്നുകൊണ്ടിരുന്നപ്പോഴായിരുന്നു, അതിന് മുമ്പായിരുന്നു എൻ്റെ കല്യാണം. ഒരാഴ്ച കഴിഞ്ഞിട്ട് രാജമാണിക്യം സിനിമ തുടങ്ങുന്നു. അങ്ങനെ പൊള്ളാച്ചിയിലായിരുന്നു അതിൻ്റെ ഷൂട്ട്. അപ്പോൾ നിന്നപ്പോൾ മമ്മൂക്ക പറഞ്ഞു, കല്യാണമൊക്കെ കഴിഞ്ഞാലേ നീ ഒരു കാര്യം ചെയ്യും, വീട്ടുകാരെയൊക്കെ വരാൻ പറയും. അങ്ങനെ വൈഫിനെയും കൊണ്ട് ആദ്യമായിട്ട് ഹണിമൂണിന് പോകാനുള്ള സമയമൊന്നും കിട്ടിയില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ആഴ്ച ട്രെയിൻ കയറിയതാണ്. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ വൈഫിനെ ഞാൻ കൊണ്ടുപോയത് പൊള്ളാച്ചിയിലാണ് ഹണിമൂൺ. അയ്യോ, അന്ന് മറ്റേ നമ്മള് സിനിമയ്ക്കൊപ്പം തന്നെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റില്ല. അന്ന് പിന്നെ വൈഫ് എന്തെങ്കിലും പറഞ്ഞു, ഇത്രയും ചൂടുള്ള പ്ലേസ്. പക്ഷെ എനിക്കൊന്ന് അറേഞ്ച് മാരേജ് ആയിരുന്നില്ലേ? അപ്പൊ പിന്നെ അങ്ങനെ പറയാനുള്ളൊരു ഇതും ഇല്ലായിരിക്കും അല്ല, ഷൂട്ടിംഗ് ഒക്കെ ഒന്ന് കാണാം, മമ്മൂക്കയൊക്കെ കാണാം. അങ്ങനെ ആ ഒരു രസത്തിൽ വന്നു. ആള് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അന്ന്. കാരണം ചേട്ടന് മമ്മൂക്കയെ കണ്ട് ഓൾറെഡി അറിയാം, പക്ഷെ ഫാമിലിയെ സംബന്ധിച്ച് മമ്മൂക്കയെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. മമ്മൂക്കയുടെ ആരാധികയാണ്. അപ്പോൾ നേരിട്ട് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. അത് തന്നെയായിരുന്നു. പിന്നെ അന്ന് വിക്രം സാറും അവിടെ ഉണ്ടായിരുന്നു. മജയുടെ ഷൂട്ട് ഫസ്റ്റ് ഫോട്ടോ എടുക്കുന്നത് വിക്രം സാറുമായിട്ടാണ്. പിന്നെയാണ്
മമ്മൂക്ക. മമ്മൂക്കയുണ്ട്. പ്രശാന്തയുടെ ഒരു മൂമെന്റ്. എങ്ങനെ അയ്യോ കല്യാണം കഴിഞ്ഞിട്ടില്ലേ? ഉണ്ടല്ലോ. കല്യാണം ആലോചനകളൊക്കെ ഉണ്ട്. ഇനി ഒന്ന് സെറ്റായിട്ട് വേണം 4 പിള്ളേര് അമ്മക്ക് വിളിക്കുന്നത് കൊണ്ട് ചോദിക്കാൻ. അല്ല സത്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല? എനിക്ക് അറിഞ്ഞൂടാ. കല്യാണം കല്യാണം കഴിഞ്ഞ കഴിഞ്ഞ കുട്ടികളായി. ആ ഇല്ലേ? കല്യാണം കഴിഞ്ഞല്ലോ. 19 വർഷമായി. അങ്ങനെ ചോദിച്ചല്ലോ ഈ തൊപ്പിയുടെ ഒക്കെ ഒരു മാജിക്. ആ അല്ല അപ്പൊ ഇതുപോലൊരു മൊമെന്റ്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ സുരാട്ടൻ ജൂലൈയിലല്ലേ ഞാൻ അതേ വർഷം നവംബറിൽ എൻ്റെയും 19ാമത്തെ വർഷം ഓടുന്നത്. ആണോ? ഓ എല്ലാരും 19 കണക്കില്ല. ഞങ്ങള് നമുക്കെല്ലാം വർക്ക് റിലേറ്റഡ് ആയിട്ട് നമ്മൾ കൂടുതൽ സമയം വീട്ടിൽ നിന്ന് മാറിയിരിക്കുകയാണ്. അപ്പം ഓരോ പ്രാവശ്യം തിരിച്ചെത്തുന്നതും ഇതുപോലത്തെ സ്പെഷ്യൽ മൊമെന്റുകളാണ്. അപ്പം ഇങ്ങനെ സ്പെഷ്യലായിട്ട് പറയാനൊന്നും ഇല്ലല്ലേ? സ്പെഷ്യൽ എപ്പോഴും സ്പെഷ്യൽ. എപ്പോഴും സ്പെഷ്യലാണ്. മാരീഡ് ആണോ? അല്ല. ആ സ്പെഷ്യലായിട്ട് പറയാറുണ്ടോ? സ്പെഷ്യലായിട്ട് പറയാനില്ലയോ? ഓക്കെ. നിതിൻ ചേട്ടൻ മാരീഡ് അല്ലല്ലോ? മാരീഡ് ആണോ? ആ അപ്പം പറയൂ. അല്ല ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ മൂമെന്റ്സും സ്പെഷ്യൽ അല്ലേ? ആണോ? നമ്മളൊരു 10-12 വർഷത്തെ പരിചയത്തിന് ശേഷമാണ് കല്യാണം. വേറൊരു സാധനം പറയാം. അതായത് പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ട്രാവൽ ചെയ്യുമ്പോഴും പിള്ളേരുണ്ടല്ലോ കൂടെ. അങ്ങനെ ഇപ്രാവശ്യം ഏപ്രിൽ ഞാനും വൈഫും പിള്ളേരെ കൊണ്ടുപോകാതെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് അടിച്ചു. ഷിംല, അമൃത്സർ, ഡൽഹി. അതൊരു അടിപൊളി പരിപാടിയായിരുന്നു. മറ്റേ നമ്മൾ പിള്ളേരില്ലാതെ. കാരണം പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ നമ്മൾ പിള്ളേർക്കാണല്ലോ പ്രയോറിറ്റി. പിള്ളേർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക. പിള്ളേർക്ക് കുറച്ച് നടന്നു കഴിയുമ്പോൾ നടക്കാൻ വയ്യ, പിന്നെ അവന്മാരെ എടുക്കണം, അല്ലെ പിന്നെ ഒരു വണ്ടി കയറി പോകണം. ഇതെന്ന് പറഞ്ഞാൽ ഒരു തലവേദനയില്ല. നമ്മളിങ്ങനെ അങ്ങനെ നടപ്പാണ് സീറ്റിൽ കൂടെ. നമുക്ക് ഇഷ്ടമുള്ള വഴിയൊക്കെ പോയി നടന്ന് തിരിച്ച് കറങ്ങി പഴയ പോലെ നടക്കാം. പഴയ പോലെ ഒരു എനിക്കങ്ങനെ പോകാൻ സാധിച്ചിട്ടില്ല. പോകുന്നെങ്കിൽ പിള്ളേരെ കൊണ്ടാണ് പോകുന്നത്. ഒരു പ്രാവശ്യം പിള്ളേരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇനിയിപ്പോ അമ്മ കൊണ്ടുപോകത്തില്ലെന്നാണോ? സുരാറിന്റെ മോനിപ്പോ ഈ പടത്തില് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇത് അവൻ പഠിക്കാൻ പോകുന്നു. എത്ര പ്രായമുണ്ട് അപ്പൊ? ഇപ്പൊ +2. ഇല്ല, ഇപ്പൊ +2 കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കല്ലേ. ഇനി അടുത്ത മാസം പോകുന്നു, പുറത്ത് പഠിക്കാൻ പോകുന്നു. അപ്പൊ അതിനു മുമ്പ് ഒരു രസം അവൻ വെറുതെ സിനിമ പഠിക്കാൻ മാത്രമല്ല, ഇയാള് രാവിലെ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് വൈകുന്നേരം വരുന്നു. ഞാൻ എന്തൊക്കെയാണ് പരിപാടി എടുക്കുന്നതെന്നുള്ള കൃത്യമായിട്ട് അവനൊരു ധാരണയില്ല. അപ്പോൾ എന്താണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഞാൻ കൊണ്ടുപോയി. അറിഞ്ഞിരിക്കണം അല്ലേ അച്ഛൻ എന്താ ഒരു പണി കൊടുത്തു. രാവിലെ 6 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങണം. അമ്മയല്ലേ എല്ലാം കഴുകി എല്ലാം സെറ്റാക്കി കൊടുക്കുന്നത്. സിനിമയിൽ ആര് കഴുകി കൊടുക്കുക? അവൻ കഴുകണം, അവ എടുക്കണം, ഭക്ഷണം എടുക്കണം, ടിഫിൻ അവൻ തുറക്കണം, അവ എടുക്കണം. മറ്റേ വീട്ടിലല്ലേ എല്ലാവരും വെക്കുന്നത്. അപ്പോൾ ഒരു മിലിറ്ററി പോലെയാണ്. അത് പഠിച്ചിരിക്കണം. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് അവനും പറഞ്ഞു. രാവിലെ എനിക്ക് പുറത്തെവിടെ പഠിക്കാൻ UK. എന്താ സിനിമയാണോ? അല്ല കോഴ്സ് അല്ല, അല്ലാത്ത കോഴ്സ് ആണല്ലേ? ആൾക്ക് അതാണോ ഇഷ്ടം? അതെ. ഇപ്പൊ പ്രൊഡ്യൂസർ കൂടെ ആയിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു റോളിലേക്ക് വരുമ്പോഴത്തേന് ഒരുപാട് റെസ്പോൺസിബിലിറ്റി കൂടി. അപ്പൊ അതിന് ടെൻഷനൊക്കെ ഉണ്ടോ? അതിന്റെ ടെൻഷൻ ഇപ്പൊ എടുത്തില്ല ഞാൻ. കാരണം എന്റെ കൂടെ ലിസ്റ്റിൻ സ്റ്റീഫനും ഉണ്ട്. അപ്പൊ ബാക്കി റിസ്ക് ഒക്കെ ആള് നോക്കിക്കോളും. ഞാൻ അതിന്റെ ക്രിയേറ്റീവ് സൈഡിൽ മാത്രം കൂടെ നിന്നാ മതി. ഈ രാജ് ആൾക്കാരുമായിട്ടാണല്ലോ കൂട്ടുകൂടുന്നത്. സുരാജ് അല്ലെ, പവർഫുൾ പീപ്പിളുമായിട്ടൊക്കെ കൂടത്തുള്ളത് അല്ലേ? ഈ ഇതിലേക്ക് വന്നപ്പോഴത്തേന് ഏറ്റവും വലിയൊരു ചേഞ്ച് എന്താ ഏട്ടാ? ആസ് എ പ്രൊഡ്യൂസറും കൂടെ ആയപ്പോഴത്തേക്കിന് കുറച്ചുകൂടി ഉത്തരവാദിത്തം വരുമല്ലോ. ടെൻഷനാണല്ലോ. ഇല്ല, എനിക്ക് ടെൻഷനുണ്ട്. ഞാൻ പുറത്ത് കാണിക്കാത്തതാണല്ലേ. അത് വരും, അത് സ്വാഭാവികം. പക്ഷെ നമ്മൾ ചെയ്യുന്നതിലുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് രസാവും എന്നുള്ള എല്ലാം നമ്മുടെ ചിന്തയാണല്ലോ. രസമായിട്ട് വരട്ടെ. അപ്പൊ ഇനി എന്നാ ഇതിന്റെ നമ്മുടെ റിലീസ് നാഗേന്ദ്രൻസിന്റെ ഒക്കെ? ഡേറ്റ് ഇങ്ങനെ ഫൈനൽ ആവുന്നുള്ളൂ. ഇപ്പൊ തന്നെ വീക്ക് എന്തായാലും ഈ ഒരു 2 വീക്സിനകത്ത് ഉണ്ടാവാൻ ചാൻസ് ജൂലൈയോടെ ഉണ്ടാവും. ഓക്കെ. അപ്പം ഈ നമ്മളിപ്പോ OTT-ൽ ഇപ്പോൾ ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട്. അപ്പൊ എല്ലാരും അതുപോലെ തന്നെ എനിക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ഞാനും വെയിറ്റിംഗ് ആണ് ഈ ഒരു പടത്തിന് വേണ്ടി. കാരണം ടീച്ചറൊക്കെ കണ്ടപ്പോഴത്തേന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താണ് സംഭവിക്കുന്നത്? കാരണം ഒന്നും പ്രഡിക്റ്റബിൾ അല്ല. ഇതെങ്ങനെയാണ് കല്യാണം കഴിക്കുന്നത്, എന്താണ് സംഭവിക്കുന്നതൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ്. പക്ഷേ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ഒരു രസകരമായ കഥ വായിക്കുന്നത് പോലെ ഈ സീരീസ് കണ്ടു തീർക്കാം. അപ്പം എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ വെബ് സീരീസ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്.